രാത്രി എത്ര മണിക്കാ? ഇന്നലെ രാവിലെയാണ് ഉറങ്ങിയത്. 5 മണി 6 മണി സമയത്താണ് ഉറങ്ങിയത്. 5 മണി 6 മണി സമയത്താണ് ഉറങ്ങിയത്. അപ്പൊ വൈകുന്നേരമാണ് ഞാൻ എണീച്ചത്. വൈകുന്നേരം എണീച്ചത്. അപ്പൊ വൈകുന്നേരം എണീച്ചിട്ട് വരുമ്പോ ഞാൻ കാണുന്ന തന്നെ ഇവൻ നമുക്ക് വേണ്ടി ഇവിടെ ഇത് ചെയ്യുന്നതാണ്. അതായത് മറ്റേ ക്യാമറ സെറ്റ് ചെയ്യുന്നു, മറ്റേ PC ഇതാക്കുന്നു. അതായത് ഫുഡ് വരെ കഴിക്കാണ്ട് ഇവിടെ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതായത് ഓന് ഇതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാല്. എന്നിട്ട് ഓന് എന്താ പറയാ, നമുക്ക് വേണ്ടി ഈ PC സാധനം സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളോടൊന്നും ഇതാക്കാൻ പറയില്ല, ഇന്നും ഇതാക്കുന്ന പോലെ ഇല്ല. നമ്മളെല്ലാം ഓരോ സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നു. മമ്മ ഒരു സ്ഥലത്ത് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുന്നു, ഞാൻ മുകളിൽ നിന്ന് ഉറങ്ങുന്നു. ഇത് ഇറങ്ങി വരുമ്പോ കാണുന്നേ. അതായത് രാവിലെ ഇവൻ ഉറങ്ങി എണീച്ച മുതൽ ചെയ്യുന്ന കാര്യമാണ്. ഇവനും എന്റെ പോലെ തന്നെ കിടന്നത് 6 മണി സമയത്ത് കിടന്നത്. 10 മണിക്ക് എണീച്ച് എന്താ പറയാ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ അത് ഭയങ്കര ഒരു വേറെ ആരും ചെയ്യുമെന്നൊക്കെ അറിയില്ല. അതായത് നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി തരുക, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. ഇവിടെ ഇമോഷണലായി പോയത് കാരണം എടാ നമ്മളെ ചിന്തിക്കുന്നില്ലടാ. ഞാനോ വീട്ടിലുള്ള മമ്മുവോ നമ്മളൊന്നും ഇതൊന്നും ചിന്തിക്കലില്ല. അതായത് നമുക്ക് നാളെ ലൈവ് തുടങ്ങണം, നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം, ഈ സാധനം എടുത്ത് വെക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മളിത് ചിന്തിക്കലില്ല. ഇതെല്ലാം ഒരാളാണ് ചിന്തിക്കുന്നത്. ഇത് നിയാദ് എന്ന് പറഞ്ഞ തൊപ്പി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ചിന്തിച്ചിട്ട് എല്ലാ കാര്യവും സെറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാം ഒന്ന് വിളിച്ച് എടാ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ചെയ്യുക, നിങ്ങൾക്ക് ലൈവ് തുടങ്ങണം, നീ ക്യാമറ സെറ്റ് ചെയ്തോ മറ്റു സാധനം സെറ്റ് ചെയ്തോ, നിങ്ങൾക്ക് ഈ പരിപാടി തുടങ്ങിക്കോ, ഈ സാധനം എനിക്ക് വേണമെങ്കിൽ പറയാലോ.